മുരളി നിലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ ചാക്കോയും മേരിയും. ഷട്ടറിട്ട ഒരു ഷോപ്പിൻ്റെ പടിയിൽ മേരി ഇരുന്നു. മലപ്പുറം ടൗണിന് അഭിമുഖമായാണ് അവൾ ഇരുന്നത്. ഒന്ന് രണ്ട് പേർ കുറച്ചു മാറി നിന്ന് അവളെ വീക്ഷിക്കുന്നതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ 40-നടുത്ത് പ്രായമുള്ള ഒരാൾ അവൾക്കടുത്തേക്ക് വന്നു. അയാളുടെ നോട്ടം അവൾക്ക് തീരെ രസിച്ചില്ല. എന്താ? അവൾ അയാളോട് ചോദിച്ചു. എവിടെ പോവാനാ? അയാൾ ആരാഞ്ഞു. എന്തിനാ? എവിടാന്ന് വെച്ചാൽ കൊണ്ടുവിടാം, വണ്ടിയുണ്ട്. നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളില്ലേടാ, നീ അവളുമാരെ കൊണ്ടുവിട്. നിന്റെ പണി എന്താന്ന് മനസ്സിലായി. നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ പട്ടി. മേരി ഉറക്കെ തിരിച്ചടിച്ചു. ആളുകൾ ശ്രദ്ധിച്ചതോടെ അയാൾ അവിടെ നിന്ന് മാറിപ്പോയി. മേരിക്ക് എല്ലാത്തിനോടും അരിശം തോന്നി. റോഡ് ക്രോസ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറുമായി വേലാണ്ടി വരുന്നുണ്ടായിരുന്നു. എന്താ മോളെ? ഓരോ പട്ടികള്. ഇവിടെന്ന് പോവാന്ന് പറഞ്ഞാൽ നീ കേക്കില്ലല്ലോ. അവൾ മുഖം കുനിച്ചിരുന്നു. അവൾ ഇരുന്നതിന് താഴെയുള്ള പടിയിൽ വേലാണ്ടി ഇരുന്നു. പൈപ്പിൽ നിന്ന് പിടിച്ച കുപ്പിവെള്ളവും കവറും അയാൾ അവളുടെ അടുത്ത് വെച്ചു. തിന്നുമുത്തേ, ബിരിയാണിയാ. തൊട്ടടുത്ത ഒരു കല്യാണം നടക്കുക. അവൾ അതിലേക്ക് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. നീ ഇങ്ങനെ ഇരുന്നാല് അപ്പം എന്തു ചെയ്യും? ടിക്കറ്റിനുള്ള കാശ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചേച്ച് എൻ്റെ മുത്ത് എണീറ്റുവാ. നമുക്ക് ട്രെയിൻ പിടിക്കാം. ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണത്? കണ്ടില്ലേ ഓരോരുത്തന്മാരെ നോക്കുന്നത്? അപ്പയുടെ നെഞ്ചിലൊരു തീയ. അവരിപ്പോൾ എവിടെയാവും പരിപാടി നടത്തുന്നത്? അവൾ ഏതോ സ്വപ്ന ലോകത്തായിരുന്നു. അവർ ഈ ടൗണിൽ എവിടെയെങ്കിലും കാണും. നമുക്കിനി അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. നമ്മളെ കണ്ടാൽ അവർ വെറുതെ വിടൂല. അവരുടെ അടിയും ഇടിയും കൊള്ളാനുള്ള ആവത് അപ്പയ്ക്കില്ല. എൻ്റെ മുത്ത്, അപ്പ പറയണത് കേക്ക്. നമുക്ക് വേഗം നമ്മുടെ കുടിയിലെത്താൻ നോക്കാം. അവൾ റോഡിലേക്ക് നോക്കിയിരുന്നു. സുധീർ കുമാറിന്റെ പാട്ട് അപ്പോഴും അവളുടെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണുകൊണ്ടാണ് സുധീർ കുമാർ പാടുന്നത്. നമുക്ക് പരിചയമില്ലാത്ത നാടാ ഇത്. നീ ഇങ്ങനെ ഇരുന്ന് രാത്രിയായാല് ഇവിടെ കടത്തെണ്ണയിലൊന്നും കഴിച്ചുകൂട്ടാൻ പറ്റത്തില്ല. പകല് കാണുന്ന മുഖമല്ല മോളെ രാത്രി ആണുങ്ങൾക്കുള്ളത്. തിന്നിട്ട് വേഗം എണീക്ക്, അയാൾ യാചിച്ച് പറഞ്ഞു. അവളുടെ മനസ്സിൽ എന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു. അപ്പയ്ക്ക് കഴിയോ സുധീർ കുമാറിനെ കണ്ട് സംസാരിക്കാൻ? എന്ത് ചോദിച്ചിട്ടും അവൻ വാ തുറന്നിട്ട് വേണ്ടേ? അവനെ പിച്ചാമണി പേടിപ്പിച്ച് കൂടെ കൊണ്ട് നടക്കുക. നമ്മൾ വിളിച്ചാലൊന്നും അവൻ കൂടെ വരില്ല. വരും. നമുക്കൊരു വീടുണ്ടെന്ന് അപ്പ പറയണം. ഞാൻ എന്ത് ചെയ്യും ദൈവമേ? അവനെ കണ്ട് മോഹിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അവൻ്റെ ഒപ്പം കുറച്ചു കാലം നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവനെ കൊണ്ടുപോകാമായിരുന്നു. മേരി മുഖം വീർപ്പിച്ചിരുന്നു. ആ കണ്ണുപൊട്ടനോട് ആരാധന തോന്നേണ്ട കാര്യമൊന്നുമില്ല. മേരി ചാടി എഴുന്നേറ്റു. അപ്പയുടെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. എന്നെ പിടിച്ച് ആ ഭൈരവന് കൊടുക്കാനല്ലേ? അത് നടക്കില്ല. അവൻ വാങ്ങിത്തരുന്ന കള്ളും കുടിച്ച് എന്തെങ്കിലും വാക്ക് കൊടുത്താൽ ഞാൻ വണ്ടിക്ക് തലവെക്കും. പിന്നിയിട്ട തലമുടി വെട്ടിച്ചെറിഞ്ഞ് മേരി നടന്നു. മുത്തേ, പോവല്ലേ, നിൽക്ക്. അയാൾ കൈ കുത്തി എഴുന്നേറ്റു. എങ്ങോട്ടെന്നില്ലാതെ മേരി നടന്നു. കവറുമെടുത്ത് ദോലക്ക് നെഞ്ചോട് ചേർത്ത് വേലാണ്ടി പിന്നാലെ ഓടി. ഒന്ന് നിൽക്കു കൊച്ചേ. എൻ്റെ ദൈവമേ, ഏതു നേരത്തെ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഒരു പാട്ടിൻ്റെ അലയ്ക്ക് കാതോർത്ത് മേരി നടന്നു. വേലാണ്ടി ഓടി അവൾക്കൊപ്പം എത്തി. അപ്പ, അവരുടെ വണ്ടി. തിരക്കുള്ള റോഡിലൂടെ അവരെ കടന്നുപോയ വണ്ടിക്ക് നേരെ മേരി വിരൽ ചൂണ്ടി. മാരുതി ഓംനി ഹോട്ടൽ അൽത്താഫിന്റെ മുന്നിൽ നിന്നു. പിച്ചാമണി ചാക്കോയുടെ ചുമലിൽ കൈവച്ചു. ഇറങ്ങി വാ, ഊണ് കഴിക്കാം. ചാക്കോ ഡോർ തുറന്നിറങ്ങി. പിച്ചാമണി വന്ന് അവന്റെ വോക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അകത്ത് നല്ല തിരക്കുണ്ടെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി. പ്ലേറ്റുകൾ ശബ്ദിക്കുന്നതും ആളുകളുടെ ഇരമ്പവും കേട്ടു. രുചികരമായ ഭക്ഷണത്തിന്റെ ഗന്ധം വായുവിലുണ്ട്. കൈ കഴുകിയിട്ട് ഒരു കസേരയിൽ പിച്ചാമണി അവനെ കൊണ്ടിരുത്തി. ഊണിന് ഓർഡർ കൊടുത്തു. അവരെപ്പറ്റി വല്ല വിവരവും ഉണ്ടോ ചേട്ടാ? പിച്ചാമണിയുടെ ചിരി കേട്ടു. ഗാനഗോകുലമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് തട്ടിയതാ. ഷൊർണൂരാ അവരുടെ സ്ഥലം. ഗാനമേള ട്രൂപ്പിൽ പാടിയൊന്നും അവൾക്ക് പരിചയമില്ല. കിഴവൻ തോലക്ക് കൊട്ടും. അവൾ വായിൽ തോന്നുന്ന പാട്ടുപാടും. വരാല് പാപ്പുവാ പണി തന്നത്. അവനും അവരെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. ഊണ് മുന്നിൽ വന്നു. അവളെ കണ്ടപ്പോൾ ഒരു കോളൊത്തെന്നാ ഞാൻ കരുതിയത്. തേച്ചു കുളിപ്പിച്ചെടുത്താൽ പെണ്ണ് സൂപ്പറാ. അവൾ ഓടാതിരുന്നെങ്കിൽ ഞാൻ കൂടെ നിർത്തിയേനെ. അതിനുള്ളിൽ അവൾ കടന്നു കളഞ്ഞില്ലേ? അതൊരു നഷ്ടമായി പോയി. പിച്ചാമണിയുടെ സംസാരം അത്ര സുഖമുള്ളതായി ചാക്കോയ്ക്ക് തോന്നിയില്ല. അവൾ പോയതുകൊണ്ട് പ്രോഗ്രാമിന് ക്ഷീണമൊന്നും വന്നില്ല. എല്ലായിടത്തും നീ മാത്രം പാടിയ തൊണ്ട പൊട്ടിപ്പോകുമോന്ന് എൻ്റെ പേടി. പിച്ചാമണി ഉത്കണ്ഠ മറച്ചു വെച്ചില്ല. പറ്റുന്നതുവരെ പാടാൻ ചേട്ടാ,
അടുത്ത പ്രോഗ്രാം എവിടെയാ? പൂക്കോട്ടൂരിലാ ലാസ്റ്റ് പ്രോഗ്രാം. അതിനിടയ്ക്ക് ആൾക്കൂട്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. കസ്തൂരിക്ക് കിട്ടാനുള്ളത് ദിവസവും കൊടുത്തേ പറ്റൂ. ചത്തിട്ടാണെങ്കിലും നമ്മളത് ഉണ്ടാക്കണം. ചാക്കോ പിന്നീടൊന്നും പറയാതെ ഊണ് കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് അവർ വണ്ടിയുടെ അടുത്ത് വന്നു. കൂടെയുള്ളവരും വന്നു. ചാക്കോ മുന്നിൽ ചെന്ന് കയറുന്നത് ഒരു പെട്ടിക്കടയുടെ മറ പറ്റി നിന്ന് മേരിയും വേലാണ്ടിയും കാണുന്നുണ്ടായിരുന്നു. മുന്നോട്ട് നീങ്ങാൻ അവൾ തുനിഞ്ഞതും വേലാണ്ടി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഓമ്നി മുന്നോട്ട് പോയി. അവരെങ്ങോട്ടാ പോയതെന്ന് ആരോടെങ്കിലും ചോദിക്ക്. ആളുകൾ എങ്ങനെ അറിയാനാ? വേലാണ്ടിക്ക് ദേഷ്യം വന്നു. ആ വഴി പോയാ എവിടെ ചെല്ലുമെന്ന് ചോദിച്ചുകൂടെ? എന്താ നിന്റെ ഭാവം? അവരുടെ പിന്നാലെ പോകാനോ? ഇരുട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകാനാ നോക്കേണ്ടത്. നീ വരുന്നുണ്ടോ? ഞാൻ വരൂല. സുധീർ കുമാറിനെ കണ്ടിട്ടേ ഞാൻ ഇനി നാട്ടിലേക്കുള്ളൂ. മാരുതി ഓമ്നി പോയ വഴിക്ക് അവൾ നടന്നു. വേലാണ്ടിക്ക് അവളുടെ പിന്നാലെ പോകാതിരിക്കാനായില്ല. CI സുന്ദരേശൻ കയ്യിലൊരു ഫയലുമായി അകത്തു വന്നു. DCP സാന്ദ്രയുടെ മുന്നിൽ സല്യൂട്ട് ചെയ്തു. ലാപ്ടോപ്പിൽ നിന്ന് സാന്ദ്ര കണ്ണെടുത്ത് അയാളെ നോക്കി. മിസ്റ്റർ സുന്ദരേശൻ ഇരിക്കെ. താങ്ക് യു മാഡം. അയാൾ എതിരെയിരുന്നു. ഇതാണ് മാഡം ആവശ്യപ്പെട്ട ഫയൽ. കയ്യിലിരുന്ന കേസ് ഫയൽ അയാൾ സാന്ദ്രയ്ക്ക് കൈമാറി. സാന്ദ്ര ഫയൽ തുറന്ന് അതിലേക്ക് കണ്ണോടിച്ചു. മാഡം, കോട്ടയംകാരനാ പയ്യൻ. ആളൊരു ബ്ലൈൻഡാ. നല്ല കാശുള്ള വീട്ടിലെ പയ്യനാ. സാന്ദ്ര ഫയലിൽ നിന്ന് കണ്ണെടുത്തു. സംഭവം കഴിഞ്ഞ് 3 മാസം ആവാൻ പോകുന്നു. എന്താ മാഡം ഇപ്പോ? ഒന്നുമില്ലാതെ മിസ്റ്റർ സുന്ദരേശനെ വിളിച്ച് ഞാൻ അന്വേഷിക്കില്ലെന്ന് അറിയില്ലേ? യെസ് മാഡം. ഇതിൽ പറയുന്ന ഹോം നേഴ്സിന്റെ പേരെന്താ? അതറിയില്ല മാഡം. ആ വഴിക്ക് അന്വേഷിക്കേണ്ടി വന്നില്ല. സാന്ദ്ര ചെയറിലേക്ക് ചാരിയിരുന്നു. അവൾ ആരാന്നറിയണം. ഇപ്പോൾ അവൾ എവിടെയുണ്ടെന്ന് മിസ്റ്റർ സുന്ദരേശൻ കണ്ടെത്തണം. യെസ് മാഡം. അവൻ ഇവിടെ വന്നിട്ട് അവളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലോ? അതൊരു അപകട മരണമാവാൻ സാധ്യതയില്ല. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം. നിങ്ങൾ എന്താ ആ വഴിക്ക് ചിന്തിക്കാതെ പോയത്? സാന്ദ്ര അയാളുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. മാഡം, പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. ട്രെയിനിന് അടിയിൽപ്പെട്ട മരണം സംഭവിച്ചത് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഫയലിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പിയുണ്ട്. അന്ധനല്ലേ മാഡം? ട്രെയിൻ വരുന്നത് എങ്ങനെ അറിയാനാ? സാന്ദ്ര മുന്നോട്ട് വന്ന ഫയൽ മടക്കി വെച്ചു. നോ, വിഡ്ഢിത്തം പറയാതിരിക്കൂ. സാന്ദ്രയുടെ ഒച്ചയുയർന്നു. നിങ്ങൾക്ക് തെറ്റുപറ്റിയത് അവിടെയാണ് മിസ്റ്റർ. ഒരു അന്ധന് കാഴ്ചയുള്ളവരെക്കാൾ ഉൾക്കാഴ്ചയുണ്ട്. ട്രെയിൻ എത്ര ദൂരെ നിന്ന് വന്നാലും അവൻ അറിയും. വണ്ടി ഏത് ദിശയിൽ നിന്ന് വരുന്നെന്ന് വരെ ഞൊടിയിടയിൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് കഴിവുള്ളതുകൊണ്ടാ അവൻ തനിയെ യാത്ര ചെയ്യുന്നത്. സുന്ദരേശൻ കേട്ടിരുന്നു. അന്ധന്റെ മുഖത്ത് നോക്കി ഗോഷ്ടി കാണിക്കാം. പക്ഷെ ഈ വക കാര്യങ്ങളിൽ അവന്റെ ഇന്ദ്രിയങ്ങളെ തോൽപ്പിക്കാനാവില്ല. പുറം കാഴ്ചയേക്കാൾ സുന്ദരമാണ് അകക്കണ്ണിലെ കാഴ്ച. മാഡം പറയുന്നത് വളരെ ശരിയാണ്. സാന്ദ്ര തലയാട്ടി. സംഭവം നടന്ന സ്ഥലം എനിക്കൊന്ന് കാണണം. വൈകുന്നേരം നമുക്ക് അവിടം വരെ ഒന്ന് പോകണം. മിസ്റ്റർ സുന്ദരേശൻ കൂടെ ഉണ്ടാവണം. യെസ് മാഡം. ആ ഹോം നേഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നാളെ എനിക്ക് തരണം. മിസ്റ്റർ സുന്ദരേശൻ അതിന് ഉപേക്ഷ വിചാരിക്കരുത്. ഇല്ല മാഡം, നിങ്ങൾ പൊയ്ക്കോളൂ. അയാൾ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. അയാൾ പോയപ്പോൾ സാന്ദ്ര ഫയൽ തുറന്നു. ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. സാന്ദ്ര റിസീവർ എടുത്തു. യെസ് മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നു. വരാൻ പറയൂ. സാന്ദ്ര റിസീവർ വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോർ അല്പം തുറന്നു. ഒരു മുഖം തെളിഞ്ഞു. വരൂ. അകത്തേക്ക് വന്നത് ഒരു യുവതിയായിരുന്നു. 24-നടുത്ത് പ്രായം വരും. അധികം സൗന്ദര്യമൊന്നുമില്ല. ഇരുനിറം. എങ്കിലും നല്ല ആകാരഭംഗിയുണ്ട് അവൾക്ക്. വിടർന്ന കരിനീല മിഴികൾ. അവൾ കൈകൾ കൂപ്പി. ഇരിക്കൂ. വേണ്ട മാഡം, ഞാൻ നിന്നോളാം. പരിഭ്രമം ഒന്നും കൂടാതെ അവൾ പറഞ്ഞു. ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒച്ച കനത്തതും അവൾ അറിയാതെ ഇരുന്നു. പറയൂ. എനിക്കൊരു പരാതിയുണ്ട് മാഡം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് സാന്ദ്ര കണ്ടു. ബാഗിനോട് ചേർത്ത് പിടിച്ചിരുന്ന പരാതി എഴുതിയ കടലാസ് അവൾ സാന്ദ്രയുടെ നേരെ നീട്ടി. സാന്ദ്ര അത് വാങ്ങി കണ്ണോടിച്ചു. ഷോക്കേറ്റ പോലെ പെട്ടെന്ന് അവളെ നോക്കി. അന്വേഷിക്കാൻ ആളെ അയച്ചതേയുള്ളൂ. അവൾ ഇതാ കൺമുന്നിൽ വന്നിരിക്കുന്നു. രാജി ആൻറ്റിയുടെ മകൻ്റെ മനം കവർന്ന പെണ്ണ് നീലാംബരി. സാന്ദ്ര പരാതി മുഴുവനും വായിച്ചു. നീലാംബരിയുടെ കണ്ണുകൾ സാന്ദ്രയുടെ മുഖത്തായിരുന്നു. നീ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഹോം നേഴ്സാ മാഡം. എവിടാ നിന്റെ സ്ഥലം? വയനാട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വീട്ടിലാ.
ഇതിൽ പറയുന്ന ചാക്കോയും നീയും തമ്മിലുള്ള ബന്ധമെന്താ? നീലാംബരിക്ക് പെട്ടെന്ന് മറുപടി വന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ ആരാ ചാക്കോ? നിന്നെ അവൻ വിവാഹം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാ ഇങ്ങനെ ഒരു പരാതിയും എഴുതി നീ വന്നത്? ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. എന്നെ തേടിയാ ചാക്കോച്ചൻ കോഴിക്കോടിന് വന്നതെന്നാ അവർ പറയുന്നത്. അവർ പറയുന്നത് കള്ളമാ മാഡം. അതെങ്ങനെ നിനക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും? പറ. നിങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമായിരുന്നോ? ചാക്കോച്ചന് ഫോണൊന്നുമില്ല. അടച്ചിട്ട മുറിയിൽ വളർത്തുമൃഗത്തെ പോലെയാ അവർ ചാക്കോച്ചനെ നോക്കിയത്. ചാക്കോ കുര്യച്ചൻ്റെ വളർത്തുമകനെന്നല്ലേ നീ പറഞ്ഞത്? ചാക്കോയുടെ അച്ഛനും അമ്മയും ആരാ? അമ്മയുടെ പേര് ചാക്കോച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ പറ്റി ഒന്നും ചാക്കോച്ചനും അറിയില്ല. സാന്ദ്രയുടെ നെറ്റി ചൊളിഞ്ഞു. അമ്മ ആരാ? രാജലക്ഷ്മി എന്ന പേരാ ചാക്കോച്ചൻ എന്നോട് പറഞ്ഞത്. ചാക്കോച്ചന് അവര് ഏത് നാട്ടുകാരിയെന്നറിയില്ല. കാണാനും വന്നിട്ടില്ല. ചാക്കോച്ചൻ്റെ മരിച്ചുപോയ അമ്മച്ചി പറഞ്ഞിട്ടാ വിവരം അറിയുന്നത്. അതുവരെ വളർത്തുമകനാണെന്ന സത്യം ചാക്കോച്ചൻ അറിയില്ലായിരുന്നു. അവരെപ്പറ്റി എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആ സ്ത്രീയെ കാണാൻ പോയേനെ. നീലാംബരി കണ്ണൊപ്പി. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പോൾ എനിക്ക് ആരുമില്ല മാഡം. അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്തെ അമ്മയെ ഉപേക്ഷിച്ച് പോയതാ. ന്യൂമോണിയ പിടിപെട്ട് അമ്മ മരിച്ചു. ചെറിയമ്മയുടെ കൂടെയായിരുന്നു ഞാൻ. ചാക്കോച്ചൻ്റെ പ്രശ്നം വന്നപ്പോൾ സേവിയറിൻ്റെ ആളുകൾ വന്ന് അവരെ ഭീഷണിപ്പെടുത്തി. എന്നെ അറിയിക്കാതെ അവർ അവിടം വിട്ടുപോയി. നീ എന്താ ഇത്രയും ദിവസം വെറുതെ ഇരുന്നത്? മരണം കഴിഞ്ഞ് 2-3 മാസമായില്ലേ? ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. അടുത്തിടെയാ ചാക്കോച്ചൻ്റെ മരണവാർത്ത അറിഞ്ഞത്. വീണ്ടും അവളുടെ കണ്ണു നിറഞ്ഞു. ആരും വിശ്വസിക്കില്ല. ചാക്കോച്ചനെ അവർ കൊന്നതാ. ചാക്കോച്ചൻ മരിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. നിനക്ക് കുര്യച്ചൻ്റെ മക്കളെ പേടിയില്ലേ? ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലല്ലേ ജീവനെ പേടിക്കേണ്ടതുള്ളൂ. അവർ എന്നെ കൊന്നോട്ടെ. പക്ഷേ എൻ്റെ മാനം കവർന്നിട്ട് അവരെന്നെ കൊല്ലില്ല. അവൾ കരുത്തുള്ള പെണ്ണാണെന്ന് സാന്ദ്രയ്ക്ക് മനസ്സിലായി. നീ പുറത്ത് ചെന്നിരിക്കെ. കണ്ണും മുഖവും തുടച്ചിട്ട് അവൾ എഴുന്നേറ്റു. മാഡത്തെ കണ്ടാൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. അവരെ വെറുതെ വിടരുത്. നീ ഇതിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിച്ച് അവരെ പിടിച്ച് അകത്തിടാനൊന്നും പോലീസിന് കഴിയില്ല. നീലാംബരിയുടെ മുഖം വിളറി. ചാക്കോയുടേത് അപകട മരണമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മുമ്പൊരിക്കൽ അവൻ നിന്നെ തേടി കോഴിക്കോടിന് വന്നിട്ടില്ലേ? അന്ന് അവൻ മറ്റൊരു ആക്സിഡന്റിൽ പെട്ടു. ഇവർ ഇതൊക്കെ എങ്ങനെ ഓർത്തു വച്ചിരിക്കുന്നെന്ന് അമ്പരപ്പോടെ നീലാംബരി ഓർത്തു. നീ എന്താ കരുതിയേ പോലീസ് മണ്ടന്മാരാണെന്നോ? നീലാംബരിയുടെ നിറമിഴികളിൽ തീ പടരുന്നത് സാന്ദ്ര കണ്ടു. അപ്പോ മാഡത്തിനെല്ലാം അറിയാം. ഏറിയാൽ നിങ്ങൾ എന്നെ തല്ലിച്ചതയ്ക്കും, അല്ലെങ്കിൽ കൊല്ലും. അതിനപ്പുറമൊന്നും നിങ്ങൾക്ക് എന്നോട് ചെയ്യാനാവില്ല. എടി, സാന്ദ്ര ചാടി എഴുന്നേറ്റു. നീതി കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആര് വേണമെങ്കിലും കൂട്ടു നിന്നോട്ടെ. കിട്ടാവുന്നതൊക്കെ മേടിക്കണ്ടേ? സാന്ദ്ര അവളെ തറപ്പിച്ചു നോക്കി. നീലാംബരി തെല്ലും പതറിയില്ല. എല്ലാത്തിനും മുകളിൽ ഒന്നുണ്ട്, ദൈവം. ചാക്കോച്ചനോട് ചതി കാണിച്ച ഒരാളെയും ദൈവം വെറുതെ വിടില്ല. അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ ഇവിടുന്ന് പോകൂ. കാരണം കാഴ്ചയില്ലേലും ദൈവത്തിൻ്റെ മനസ്സാ ചാക്കോച്ചന്. ഒടുവിൽ അവൾ കരഞ്ഞുപോയി. നീലാംബരി വെട്ടിത്തിരിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. സാന്ദ്ര ഫോണെടുത്ത് ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിച്ചു. എന്നെ കാണാൻ വന്ന പെൺകുട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളെ അവിടെ പിടിച്ചിരുത്തണം. റിസീവർ വെച്ചിട്ട് സാന്ദ്ര കസേരയിലിരുന്നു. കണ്ണില്ലെങ്കിലും അവൻ്റെ കാഴ്ച തന്നെയായിരുന്നു അവൾ. സെല്ലെടുത്ത് സാന്ദ്ര രാജലക്ഷ്മിയുടെ നമ്പറിലേക്ക് വിളിച്ചു. മോളെ. രാജലക്ഷ്മിയുടെ സ്വരം വന്നു. ആൻറ്റി. അന്വേഷിച്ചു പോകാതെ തന്നെ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ചാക്കോയുടെ മനസ്സ് കവർന്ന ആ ഹോം നേഴ്സ്. സത്യമാണോ മോളെ? സാന്ദ്ര ചുരുങ്ങിയ വാക്കിൽ എല്ലാം പറഞ്ഞു. നീലാംബരി എന്ന അവളുടെ പേര്. അവളൊരു പെണ്ണ് തന്നെ ആൻറ്റി. കണ്ണകിയുടെ പകയെ അവളുടെ കണ്ണിൽ. എനിക്ക് അവളെ കാണണം മോളെ. നീ അവളെ പറഞ്ഞു വിടരുത്. ഞാൻ അങ്ങനെയൊരു മണ്ടത്തരം കാണിക്കുമോ? ആൻറ്റിയെ ഞാൻ വിളിക്കാം. സാന്ദ്ര എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ നീലാംബരിയെ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. സാന്ദ്രയെ കണ്ട് നീലാംബരി എഴുന്നേറ്റു. നീ എൻ്റെ കൂടെ വാ. മറുപടി പ്രതീക്ഷിക്കാതെ സാന്ദ്ര ഇറങ്ങിപ്പോയി. നീലാംബരി പിന്നാലെ ചെന്നു. പോർച്ചിൽ കാർ കിടപ്പുണ്ടായിരുന്നു. കേറ്. നീലാംബരി പകപ്പോടെ നോക്കി. കയറാനാ നിന്നോട് പറഞ്ഞത്. സാന്ദ്ര തന്നെ പിന്നിലെ ഡോർ വലിച്ചു തുറന്നു. നീലാംബരി കാറിലേക്ക് കയറി. സാന്ദ്ര മുൻ സീറ്റിൽ കയറിയതും കാർ ഇളകി. മാഡം, ഡ്രൈവർ ചോദിച്ചു. ഫ്ലാറ്റിലേക്ക്. എന്തിനാണ് അവർ തന്നെയും കൊണ്ട് പോകുന്നതെന്ന് നീലാംബരിക്ക് മനസ്സിലായില്ല. അവരോട് കയർത്ത് സംസാരിച്ചതിന് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പായ കാര്യമായിരുന്നു. യാത്രയിൽ ഒരക്ഷരവും സാന്ദ്ര അവളോട് സംസാരിച്ചില്ല.
അവർ തന്നെ താമസസ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നീലാംബരിക്ക് മനസ്സിലായി. കാർ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു ഫ്ലാറ്റിന് മുന്നിൽ ചെന്ന് നിന്നു. "ഇറങ്ങി വാ." സാന്ദ്ര ഇറങ്ങിപ്പോയി. അവൾക്കൊപ്പം എത്താൻ നീലാംബരിക്ക് ഓടേണ്ടി വന്നു. ലിഫ്റ്റിന് മുന്നിൽ അവളെയും കാത്ത് സാന്ദ്ര നിൽപ്പുണ്ടായിരുന്നു. ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോഴും സാന്ദ്ര ശബ്ദിച്ചില്ല. "എന്തിനാ മാഡം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്?" സാന്ദ്ര അവളുടെ കഴുത്തിൽ കൈ കടത്തി അടുപ്പിച്ചു. "നിന്നെ എനിക്കങ്ങ് ബോധിച്ചു." നീലാംബരിക്ക് ഭയം തോന്നി. "എന്താടി നിന്റെ കണ്ണിൽ ഒരു പിടച്ചില്?" "എൻ്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ മാഡം, ക്ഷമിക്കണം." അവൾ ക്ഷമാപണം നടത്തി. "വേദന തോന്നിയ നീ എന്തും പറയുമോ?" "എന്താ നീ പറഞ്ഞത്? ഞാനൊരു കൈക്കൂലിക്കാരിയാണെന്നല്ലേ നീ പറഞ്ഞു വെച്ചത്?" "എൻ്റെ മുഖത്ത് നോക്കി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല." "നിനക്കറിയില്ലേടി സാന്ദ്ര സേനൻ ആരാന്ന്? ഭൂമിയിൽ ഒന്നിനെയും പേടിയില്ലാത്തവളാ ഞാൻ." ലിഫ്റ്റ് 7ാം നിലയിൽ ചെന്ന് നിന്നപ്പോൾ അവളുടെ പിൻകഴുത്തിൽ ചുറ്റിപ്പിടിച്ച കൈ സാന്ദ്ര എടുത്തു. ലിഫ്റ്റ് തുറന്നു. "വാ ഇങ്ങോട്ട്." സാന്ദ്ര അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. ഡോറിൻ്റെ മുന്നിൽ അവളെ കൊണ്ട് നിർത്തിയിട്ട് പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് കീയെടുത്ത് സാന്ദ്ര വാതിൽ തുറന്നു. അവിടെ ആരുമില്ലെന്ന് നീലാംബരിക്ക് മനസ്സിലായി. ഉപദ്രവിക്കാൻ തന്നെയാണ് കൊണ്ടുവന്നതെന്ന് അവൾക്കുറപ്പായി. അകത്ത് കയറിയിട്ട് സ്വരം മയപ്പെടുത്തി സാന്ദ്ര ക്ഷണിച്ചു. "നീ കയറി വാ." അവൾ അകത്ത് കയറിയപ്പോൾ സാന്ദ്ര വാതിലടച്ച് ലോക്ക് ചെയ്തു. "നീ എന്തെങ്കിലും കഴിച്ചോ?" അവൾ ശബ്ദിച്ചില്ല. "നീ ഒരു ചായ ഉണ്ടാക്ക്. നിന്റെ കൈപ്പുണ്യം ഞാനൊന്ന് നോക്കട്ടെ." നീലാംബരിക്ക് വിശ്വസിക്കാനായില്ല. സാന്ദ്ര ചെറുതായെന്ന് ചിരിച്ചു. "പേടിക്കണ്ട, നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല. എല്ലാം വിശദമായി ചോദിച്ചറിയാനാ. നീ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും." നീലാംബരിയുടെ കണ്ണുകൾ നിറഞ്ഞു. "മാഡം." സാന്ദ്ര അവളുടെ ചുമലിൽ തട്ടി. "നിന്നെ എനിക്കിഷ്ടപ്പെട്ടു. പെണ്ണായ ഇങ്ങനെ വേണം. ചെല്ല്, അതാ കിച്ചൺ. നീയൊരു ചായ ഉണ്ടാക്ക്. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം." മൃദുവായി ചിരിച്ചിട്ട് സാന്ദ്ര മുറിയിലേക്ക് പോയി. ബാഗ് വെച്ചിട്ട് അവൾ കിച്ചണിലേക്ക് ചെന്നു. അവിടെ ഭക്ഷണം പാകം ചെയ്യാറില്ലെന്ന് അവൾക്ക് മനസ്സിലായി. തേയിലയും പഞ്ചസാരയും 2 ടിന്നുകളിലായി പുറത്തു വച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഫ്രൂട്ട്സും മുട്ടയും കവർ പാലും കണ്ടു. അവൾ കവർ പാലെടുത്തു. ചായ ഉണ്ടാക്കുമ്പോൾ മോഹനചന്ദ്രൻ വക്കീലിനോട് മനസ്സിൽ അവൾ നന്ദി പറഞ്ഞു, DCPയെ കാണാൻ ഉപദേശിച്ചു തന്നതിന്. അവൾ ചായ കപ്പിൽ ഒഴിക്കുമ്പോൾ സാന്ദ്ര കിച്ചണിലേക്ക് വന്നു. പാൻസും കൈകൾ തെറുത്തു വെച്ച ഷർട്ടുമായിരുന്നു വേഷം. അവൾ ചായക്കപ്പ് എടുത്തു നീട്ടി. സാന്ദ്ര കപ്പ് വാങ്ങി. "ഒരു കപ്പിൽ നീയും എടുക്ക്." "ഞാൻ കഴിച്ചോളാം മാഡം." "നോ, ഞാൻ പറയുന്നത് സ്പോട്ടിൽ അനുസരിക്കണം. അതെനിക്ക് നിർബന്ധമാ." നീലാംബരി കമഴ്ത്തി വെച്ച കപ്പെടുത്തു. അതിൽ അവൾ ചായ ഒഴിച്ചു. ചായ ഒന്ന് മുത്തിയിട്ട് സാന്ദ്ര ചിരിച്ചു. "കൊള്ളാം, നിനക്ക് കൈപുണ്യമുണ്ട്. വാ." ഹാളിൽ വന്ന് കാലിനു മേൽ കാൽ കയറ്റി വെച്ച് സാന്ദ്ര സെറ്റിയിലിരുന്നു. ഇടത് കൈയിലിരുന്ന സെല്ലിൽ എന്തോ പരതിക്കൊണ്ട് പറഞ്ഞു, "നീ ഇരിക്ക്." എതിരെ ചായക്കപ്പുമായി അവൾ ഇരുന്നു. ഫോൺ കാതോട് ചേർത്തിട്ട് സാന്ദ്ര ചോദിച്ചു, "ചാക്കോയുടെ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടോ?" "എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഫോൺ എനിക്ക് നഷ്ടപ്പെട്ടു. ചാക്കോച്ചൻ്റെ ഫോട്ടോ എൻ്റെ കൈവശമില്ല." "അവനെങ്ങനെ? സുന്ദരനാണോ?" അവളുടെ കണ്ണുകളിൽ ഒരു തിരയിളക്കമുണ്ടായി. "ഒരു ഫിലിം സ്റ്റാറിനെ പോലെ സുന്ദരനായിരുന്നു ചാക്കോച്ചൻ. നന്നായി പാടും, വയലിൻ വായിക്കും. തമിഴും മലയാളവും ഹിന്ദിയും ഏത് പാട്ടും ചാക്കോച്ചന് ഒറ്റ തവണ കേട്ടാ മതി." "നിന്റെ വിളി കേട്ട നിലയ്ക്ക് ഞാനും അങ്ങനെ വിളിക്കാം." "ചാക്കോച്ചൻ ഒരിക്കലെങ്കിലും അമ്മയെ കണ്ട വിവരം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ?" "ഇല്ല." "നീ ചാക്കോച്ചനെ ആദ്യമായി കണ്ടതു മുതലുള്ള മുഴുവൻ വിവരങ്ങളും പറ." "ഞാൻ പറയാം മാഡം." സാന്ദ്ര കയ്യിലിരുന്ന സെൽ ടീപ്പോയിൽ കിടന്ന മാഗസിൻ്റെ പുറത്ത് കമഴ്ത്തി വെച്ചിട്ട് ചായ കുടിച്ചു. ആ ഫോണിൻ്റെ മറുതലയ്ക്കൽ സെൽ കാതോട് ചേർത്ത് വെച്ച് നിറമിഴികളോടെ രാജലക്ഷ്മി ഇരിപ്പുണ്ടായിരുന്നു. തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നീലാംബരി ഒന്നും വിട്ടുപോകാതെ പറഞ്ഞു. വക്കീൽ മോഹനചന്ദ്രൻ്റെ സഹായത്തോടെ ചാക്കോയെ രക്ഷിക്കാൻ ശ്രമിച്ചതും ഹോസ്പിറ്റലിൽ നിന്ന് ചാക്കോയെ സേവ്യറും സണ്ണിയും പിടിച്ചുകൊണ്ടു പോയതും അവൾ പറഞ്ഞു. സെല്ലെടുത്ത് സാന്ദ്ര എഴുന്നേറ്റു. കോൾ കട്ട് ചെയ്യുകയും ചെയ്തു. "കൊന്നതല്ലാതെ പിന്നെ എന്താണ് മാഡം?" നീലാംബരി കണ്ണും കവിളും തുടച്ചു. "ചാക്കോച്ചൻ കൊല്ലപ്പെടുമ്പോൾ മേടയിൽ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വത്തിനും അവകാശി ചാക്കോച്ചനായിരുന്നില്ലേ?" "അതെ മാഡം." "സ്വത്ത് തിരിച്ചു പിടിക്കാൻ അവർ കണ്ട മാർഗം അതായിരുന്നു." "ഇനി എന്താ നീലാംബരിയുടെ പരിപാടി?" "പരാതി ഞാൻ അന്വേഷിക്കാം. എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. പെണ്ണിൻ്റെ കണ്ണീര് കഴിഞ്ഞേ എനിക്ക് എന്തുമുള്ളൂ. ഞാൻ ഇന്ന് രാത്രി വണ്ടിക്ക് തിരുവനന്തപുരത്തിന് പോകും മാഡം." നീലാംബരി എഴുന്നേറ്റു.
അത് പിന്നെ എങ്ങനെ ശരിയാകും? ഒരു കടലാസ് തന്നിട്ട് നീലാംബരി പോയാൽ ചാക്കോച്ചന്റെ മരണത്തിന് കാരണം കണ്ടെത്താൻ പറ്റുമോ? നിന്റെ സാന്നിധ്യം ഈ കേസിന് അത്യാവശ്യമാണ്. ഈ നാട്ടിൽ എനിക്ക് നിൽക്കാൻ ഒരു സ്ഥലവുമില്ല മാഡം. വക്കീൽ സാറിന്റെ വീട്ടിൽ അവരെന്നെ ഇനി നിർത്തില്ല. നീലാംബരി ഇവിടെ നിന്നോ? അവൾക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. നിന്നെ ഒരു സെർവൻ്റായി ഞാൻ കാണില്ല. ഞാനൊരു സെർവൻറ്റിനെ വേണ്ടെന്ന് വെച്ചതാ. നീ ഇവിടെ നിന്നാൽ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാം. നിനക്കവിടെ കിട്ടുന്ന സാലറി ഞാൻ തരാം. എന്താ സമ്മതമാണോ? എനിക്ക് ശമ്പളം ഒന്നും വേണ്ട മാഡം. ചാക്കോച്ചനെ കൊന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മതി. ഞാനിവിടെ നിന്നോളാം. എന്നാൽ ആ വീട്ടിൽ വിളിച്ചു പറഞ്ഞേക്ക്, അവർ മറ്റൊരു ഹോം നേഴ്സിനെ വെച്ചോളും. നിന്റെ സംസാരം കേട്ട് എനിക്ക് ചാക്കോച്ചൻ പ്രിയപ്പെട്ട ഒരാളായി. സാന്ദ്ര അവളുടെ ചുമലിൽ തട്ടി. വൈകിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. നിനക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങിത്തരാം. നീ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ വെട്ടിച്ചു കടന്നു കളഞ്ഞാൽ എവിടെ പോയി ഒളിച്ചാലും ഞാൻ പൊക്കും. പിന്നെ ഈ മുഖമായിരിക്കില്ല നീ കാണുന്നത്. ഞാൻ എവിടെ പോകാനാ മാഡം? എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യമേ ഉള്ളൂ. നീ എൻ്റെ കൂടെയുള്ള കാര്യം ആ വക്കീലിനോടും പറയരുത്. അയാൾ വിളിച്ചാൽ പരാതി കൊടുത്തിട്ട് തിരിച്ചു പോയെന്ന് വേണം പറയാൻ. അങ്ങനെ പറയാം. സാന്ദ്ര മുറിയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് അവർക്ക് തന്നോട് ഇത്രയും കാരുണ്യം തോന്നിയതെന്ന് നീലാംബരിക്ക് മനസ്സിലായില്ല. എന്ത് വിശ്വാസത്തിലാണ് അവർക്കൊപ്പം താമസിക്കാൻ അനുവാദം തന്നതെന്നും അറിയില്ല. ചാക്കോച്ചൻ്റെ മരണത്തെപ്പറ്റി അവർക്ക് വ്യക്തമായി ചില കാര്യങ്ങൾ അറിയാം. ഒരു DCP അതൊന്നും ഓർത്തു വെക്കേണ്ട കാര്യമില്ല. അവരുടെ പെരുമാറ്റം കണ്ടാൽ ചതിക്കാനല്ലെന്ന് തോന്നും. പക്ഷേ ഒരു പരാതിക്കാരിയെ ഒരു IPSകാരി കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഒരു കാരണമുണ്ടാവില്ലേ? ഇപ്പോൾ ഒരു പിടിവള്ളിയായി അവരെ വിശ്വസിച്ചേ പറ്റൂ. ചാക്കോച്ചൻ്റെ ചോരയ്ക്ക് കണക്ക് ചോദിക്കണം. സേവ്യറിൻ്റെ കയ്യിൽ വിലങ്ങ് വീഴുന്നത് കാണണം. ഫ്ലാറ്റിൽ നിന്ന് ചാടാൻ ഉറച്ചു ചെന്ന് നിന്നപ്പോൾ മനസ്സ് പിന്നോട്ട് വലിച്ചത് അതുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് വേണം ചാക്കോച്ചൻ്റെ ലോകത്തേക്ക് നീലാംബരിക്ക് പോകാൻ. അവളുടെ കണ്ണുകളിൽ ഉറഞ്ഞുകൂടിയ കണ്ണീർ വൈഡൂര്യം പോലെ തിളങ്ങി. ഞാൻ വരും ചാക്കോച്ച, നീലാംബരി വരും. രാത്രി 8 മണിയോടെയാണ് പൂക്കോട്ടൂരിൽ പ്രോഗ്രാം തുടങ്ങിയത്. ചാക്കോ ഒരു പാട്ടുപാടി പൂർത്തിയാക്കും മുമ്പേ പ്രശ്നം ആരംഭിച്ചു. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ മുന്നിലാണ് പ്രോഗ്രാം തുടങ്ങിയത്. ഷോപ്പുടമയും അയാളുടെ ആളുകളും അവിടെ നിന്ന് മാറിപ്പോകാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. ഒച്ചയും ബഹളവും ശ്രദ്ധിക്കാതെ ചാക്കോ പാട്ട് തുടർന്നു. ആരോ തൻ്റെ കയ്യിലിരുന്ന മൈക്ക് തട്ടിയെടുത്തപ്പോൾ ചാക്കോ ഞെട്ടിപ്പോയി. 2 പേർ ബോക്സുകൾ ചവിട്ടി റോഡിലേക്ക് മറിച്ചു. എതിരിട്ട് നിന്ന കസ്തൂരിയുടെ ആളുകളുമായി പൊരിഞ്ഞ അടി തുടങ്ങി. ചാക്കോ ഉന്തിലും തള്ളിലും വട്ടം കറങ്ങി. അയാൾ അവൻ്റെ മുഖത്തടിച്ചിട്ട് പിന്നോട്ട് തള്ളി. ചാക്കോ തെറിച്ചു റോഡിൽ വീണു. മണിച്ചേട്ടാ, അവൻ റോഡിൽ കിടന്ന് വിളിച്ചു. ഒരു തടിയൻ പിച്ചാമണിയുടെ തല കക്ഷത്ത് കയറ്റി വെച്ച് മുതുകിൽ കൈമുട്ട് മടക്കി ഇടിച്ചു. ചാക്കോയുടെ നിലവിളി പിച്ചാമണി കേട്ടില്ല. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും ഒരാൾ വടിയുമായി അവൻ്റെ നേരെ കുതിച്ചു വന്നു. അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. അയാൾ റോഡിലേക്ക് മലർത്തി കിടത്തി. അയ്യോ, ഒന്നും ചെയ്യല്ലേ ചേട്ടാ, എനിക്ക് കാഴ്ചയില്ല, കൊല്ലല്ലേ. അഭിനയം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നോടാ. അയാൾ കാലുകൊണ്ട് ഞെരിച്ചു. ചാക്കോ ആ കാലിൽ പിടിച്ചു കരഞ്ഞു. മാറടാ പട്ടികളെ. ഒരു പെണ്ണിൻ്റെ അലർച്ച ചാക്കോ കേട്ടു. കണ്ണു കാണാത്ത പാവത്തിനെ ചവിട്ടിക്കൊല്ലുന്നോടാ നീയൊക്കെ. നെഞ്ചിൽ ചവിട്ടിയ കാൽ മാറ്റിയപ്പോൾ ചാക്കോ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. അവനെ 2 കൈകൾ താങ്ങി. ആ കൈയിൽ ചാക്കോ പിടിച്ചു. അതൊരു പെണ്ണിൻ്റെ കൈയാണെന്ന് അവന് മനസ്സിലായി. എണീക്ക്, ഒരുത്തരം ഒന്നും ചെയ്യൂല. ആരാ? ഞാൻ മേരിയ. വേഗം എണീക്ക് മോനെ. വേലാണ്ടിയുടെ സ്വരം അവൻ തിരിച്ചറിഞ്ഞു. മേരി അവനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അട്ടഹാസങ്ങളും ബഹളവും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. വേഗം വാ, ഇവിടെ നിന്നാൽ ആളുകൾ നിങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല. മേരി അവനെ പിടിച്ചുകൊണ്ടുപോയി. വേഗം നടന്നു. എന്തിനാ ആളുകൾ ഞങ്ങളെ തല്ലിയേ? ആ ഷോപ്പിൻ്റെ മുന്നിൽ ചെന്ന് പാടിയതിനാ. നടക്ക്. മണിച്ചേട്ടൻ എവിടെ? ചാക്കോ പിന്നോട്ട് വലിയാൻ തുടങ്ങി. അവനെ ആളുകൾ പഞ്ഞിക്കിട്ടു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മോനെ, വേഗം ഞങ്ങളുടെ കൂടെ വാ. വേലാണ്ടി അവൻ്റെ പിന്നിൽ തള്ളി. എനിക്കൊന്നിരിക്കണം, നടക്കാൻ വയ്യ. അവൻ നിലയുറപ്പിച്ചു. മോനെ, എങ്ങനെയെങ്കിലും കുറച്ച് ദൂരം കൂടി നടക്ക്, നിന്നെ അവർ കൊന്നുകളയും. ചാക്കോ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ മേരി അവനെ ഫുട്പാത്തിൽ കൊണ്ടിരുത്തി. വേദനിക്കുന്നോ? മേരിയുടെ അലിവുള്ള സ്വരം അവൻ കേട്ടു. നിങ്ങളെന്താ പോകാതിരുന്നത്? മേരി വേലാണ്ടിയെ നോക്കി. പോകാൻ കയ്യിൽ വണ്ടിക്കാശൊന്നുമില്ല മോനെ. പിന്നെ നിന്റെ പാട്ട് കേൾക്കണമെന്ന് മേരി വാശി പിടിച്ചു. നീ പാടിയ സ്ഥലത്തൊക്കെ ദൂരെ മാറി ഞങ്ങൾ ഉണ്ടായിരുന്നു. വേലാണ്ടിയുടെ മറുപടി മേരിക്ക് ഇഷ്ടപ്പെട്ടു. മേരി എന്താ പാടാതെ ഓടിക്കളഞ്ഞത്? മോനെ പോലെ പാടാനൊന്നും അവൾക്കറിയില്ല.
മൈക്ക് പിടിച്ച് മ്യൂസിക് കേട്ട് അവൾ പാടിയിട്ടില്ല. വരാലും ബാബു ഞങ്ങളെ പറ്റിച്ചതാ. റോഡിലിരുന്ന് പാടാനാന്ന് വെച്ചാ ഞങ്ങൾ വന്നത്. വേലാണ്ടി സത്യം പറഞ്ഞു. എവിടാ നിങ്ങളുടെ സ്ഥലം? അവൻ ചോദിച്ചു. ഞങ്ങൾ ഷൊർണൂരിൽ നിന്നാ വരുന്നേ. അവിടെ റെയിൽവേ പുറമ്പോക്കില് ഒരു കൊച്ചു കുടിലുണ്ട്. മോന്റെ നാട് എവിടെയാ? കോഴിക്കോട്. ചാക്കോ ചെവി വട്ടം പിടിച്ചു. ഒച്ചയും ബഹളവും ഇപ്പോഴും കേൾക്കാം. അവരുടെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി? ചാക്കോ മിണ്ടിയില്ല. വല്ലോം തരുമോ അവര്? അതോ മോനെ പറ്റിക്കുവാണോ? ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നല്ല പിരിവാ കിട്ടുന്നത്. അത് വല്ലതും മോൻ അറിയുന്നുണ്ടോ? ഞാനതൊന്നും അന്വേഷിക്കാറില്ല. ആശ്ചര്യത്തോടെ അയാൾ മേരിയെ നോക്കി. മോനൊന്നും തരില്ലേ? എനിക്ക് എന്നാത്തിനാ കാശ്? പറയണത് കേട്ടില്ലേടി മോളെ. അവരൊന്നും കൊടുക്കുകയില്ല. തൊള്ള തുറന്നു പാടുകയും വേണം. എൻ്റെ മോനെ, നീ എന്തിനാ അവരുടെ കൂടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇപ്പോൾ അവർ നിനക്ക് ആഹാരം വാങ്ങിത്തരും. അത് മതിയോ നിനക്ക്? കിടപ്പായി പോയാ ഒരുത്തനും തിരിഞ്ഞു നോക്കുകയില്ല. അവൻ്റെ മുഖത്ത് മിഴിയർപ്പിച്ച് മേരി നിലത്ത് കുനിഞ്ഞിരുന്നു. നീ ഞങ്ങളുടെ കൂടെ വാ. പാട്ടുപാടി കിട്ടുന്ന കാശൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചു തരാം. ഞങ്ങളുടെ കൊച്ചു കൂരയിൽ ആരുടെയും ശല്യം കൂടാതെ സുഖമായിട്ട് ജീവിക്കാം. അവിടെ ഞാനും മേരി മാത്രമേ ഉള്ളൂ. ചാക്കോ തല കുമ്പിട്ടിരുന്നു. മോൻ്റെ കഴിവ് സ്വയം തിരിച്ചറിയണം. നിന്നെ വെച്ച് അവർ കാശുണ്ടാക്കുക. എണീച്ചുവാ. ഈ ബഹളത്തിനിടയ്ക്ക് നമുക്ക് രക്ഷപ്പെടാം. അവിടെ വന്ന് ഒരുത്തനും നിന്നെ തൊടില്ല. വേലാണ്ടി അവൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ. മേരിയുടെ സ്വരത്തിലെ കെഞ്ചൽ ചാക്കോ തിരിച്ചറിഞ്ഞു. കസ്തൂരിയുടെ സ്വരം ചാക്കോയുടെ ഉള്ളിൽ പ്രകമ്പനം കൊണ്ടു. എവിടെ പോയാലും കസ്തൂരി തന്നെ വേട്ടയാടി പിടിക്കും. കസ്തൂരി പിന്നെ ചെയ്യുന്നത് കയ്യോ കാലോ വെട്ടിമാറ്റി ഭിക്ഷയെടുക്കാൻ റോഡരികിൽ കൊണ്ടുചെന്ന് കിടത്തും. എരിപൊരി വെയിലിൽ അവിടെ കിടക്കേണ്ടി വരും. എണീക്കിടാ മോനെ. ഞാൻ വരില്ല. എനിക്ക് വരാൻ പറ്റൂല. ചാക്കോ കൈ പിന്നോട്ട് വലിച്ചു. അതെന്താ? നിങ്ങൾക്ക് ഞങ്ങളോട് വന്നാല്? ഞങ്ങൾ കുഴപ്പക്കാരൊന്നുമല്ല, മേരി പറഞ്ഞു. മോനും ബന്ധക്കാരോ സ്വന്തക്കാരോ വേണ്ടേ? വേലാണ്ടി അടുത്തിരുന്നു. എനിക്ക് ആരുമില്ല. അവന് സങ്കടം വന്നു. മോനെ, നീ ഒരു പാവമാന്ന് അറിഞ്ഞിട്ടാ നിന്നെ ഞങ്ങൾ കൂടെ വിളിക്കുന്നത്. നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് അവന്മാർ കള്ള് കുടിച്ച് സുഖിച്ച് ജീവിക്കുക. ഇങ്ങനെ പോയാല് ഈ ജന്മം നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല. നീ ഞങ്ങളുടെ കൂടെ വാ. നിന്നെ ഞാൻ സ്വന്തം മോനെ പോലെ നോക്കിക്കൊള്ളാം. മേരിയേയും ദൈവം എൻ്റെ കയ്യിൽ തന്നതാ. പൊന്നുപോലാ ഞാൻ അവളെ നോക്കുന്നേ. നീ വാ മോനെ. ചാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ചലിപ്പിച്ചു. നിങ്ങൾ നല്ല ആളുകളാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് കഴിയേല. അതിന് കാര്യം എന്താന്ന് പറ. മേരി അവൻ്റെ കൈ പിടിച്ചുലച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ അതിൻ്റെ ദോഷം നിങ്ങൾക്കും വരും. എന്തോന്ന് ദോഷം? നിങ്ങൾ എണീച്ചു വാ. ചാക്കോ കുനിഞ്ഞിരുന്നു. മോൻ ആരെയെ പേടിക്കുന്നേ? പിച്ചാമണിയെയോ? പിച്ചാമണിയേക്കാൾ ഉശിരുള്ള പിള്ളേര് ഞങ്ങളുടെ ചേരിയിലുണ്ട്. കമ്മട്ടി വാസു എന്ന് നീ കേട്ടിട്ടുണ്ടോ? അതിനും അവൻ മറുപടി പറഞ്ഞില്ല. പിച്ചാമണിയല്ലാതെ വേറെ ആരെയെങ്കിലും നിനക്ക് പേടിയുണ്ടോ? ചാക്കോ തലകുലുക്കി. ആരെ? കസ്തൂരി. ഷോക്കടിച്ചതുപോലെ വേലാണ്ടി എഴുന്നേറ്റു. കസ്തൂരിയുടെ കൂടെയാണോ നീ? ചാക്കോ അതേ എന്ന് തലയാട്ടി. ഭീതിയോടെ വേലാണ്ടി തിരിഞ്ഞു. ചുറ്റും നോക്കി. അടി നടന്ന സ്ഥലത്ത് ആളുകൾ പിരിഞ്ഞു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് മേരിയുടെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച് വേലാണ്ടി അവളെയും കൊണ്ട് ഇരുട്ടിൻ്റെ മറപറ്റി ഓടി. അവർ പോയതൊന്നും ചാക്കോ അറിഞ്ഞില്ല. കുറച്ച് വെള്ളം തരുമോ? ആരും പ്രതികരിക്കാതെ വന്നപ്പോൾ അവൻ കൈകൊണ്ട് മുന്നിൽ പരതി. അവർ പേടിച്ച് ഓടിപ്പോയെന്ന് അവന് മനസ്സിലായി. അവൻ്റെ മുന്നിൽ ഒരു വാഹനം വന്നു നിന്നു. സുധീർ കുമാറേ, എണീച്ചു വാടാ. പിച്ചാമണിയുടെ സ്വരം കേട്ടു. ചാക്കോ നിലത്ത് കൈകുത്തി എഴുന്നേറ്റു. മാരുതി ഓമ്നിയിൽ നിന്ന് ഒരാൾ ഓടി വന്ന് അവനെ വേഗത്തിൽ അതിൽ കയറ്റി. വാൻ അവിടെ നിന്നും കുതിച്ചു പാഞ്ഞു. ഇരുട്ടിൽ നിന്ന് വേലാണ്ടിയും മേരിയും അത് കാണുന്നുണ്ടായിരുന്നു. സങ്കടം സഹിക്കാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞു. പോട്ടെ മോളെ, ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അവന് നമ്മുടെ കൂടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവന് വരാൻ പറ്റുകയില്ല. കസ്തൂരിയുടെ കയ്യിലവൻ. അവളെപ്പറ്റി ഒന്നും ഞാൻ നിന്നോട് പറഞ്ഞു തരണ്ടല്ലോ. നീ വാ, നമുക്ക് വല്ല ബസ് സ്റ്റാൻഡിലും ചെന്ന് കിടന്ന് നേരം വെളുപ്പിക്കാം. വേലാണ്ടി അവളുടെ കൈ പിടിച്ച് നടത്തിച്ചു. രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന പ്രാർത്ഥനയായിരുന്നു അയാൾക്ക്. നിനക്ക് തല്ല് കിട്ടിയോടാ? വണ്ടിയിലിരിക്കുമ്പോൾ പിച്ചാമണി ചോദിച്ചു. തല്ലും തൊഴിയും കിട്ടി, ചാക്കോ പറഞ്ഞു. ഇതൊക്കെ സ്വാഭാവികമാണടാ. നമുക്ക് നഷ്ടം കുറേ വന്നു. മയക്കവന്മാർ എറിഞ്ഞു തകർത്തു. ബോക്സുകളും അടിച്ചു തകർത്തു. അവനുള്ള പണി ഇന്ന് രാത്രി തന്നെ കസ്തൂരി കൊടുക്കും. 7-8 പേര് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കളി കസ്തൂരിയോടാ. മൈക്കും ബോക്സുമില്ലാതെ പ്രോഗ്രാം നടത്താൻ പറ്റുമോ ചേട്ടാ? നമ്മളോട് കോഴിക്കോടിന് ചെല്ലാനാ കസ്തൂരി പറഞ്ഞത്.
നമ്മൾ അങ്ങോട്ടാ. പിച്ചാമണി വണ്ടിയുടെ വേഗം കൂട്ടി. ചാക്കോയുടെ മനസ്സിൽ മേരിയായിരുന്നു. അവൾ തിരിച്ചു പോകാതെ താൻ പാടുന്ന സ്ഥലത്തൊക്കെ വന്നു. അവൾ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അവരെല്ലാം കൂടി ചവിട്ടിക്കൊന്നേനെ. അവർക്കൊപ്പം രക്ഷപ്പെട്ടു പോകാൻ മനസ്സ് കൊതിച്ചതാ. പക്ഷേ കസ്തൂരി വെറുതെ വിടില്ല. 1,00,000 രൂപയ്ക്ക് കസ്തൂരി വാങ്ങിയ മുതലാത്താൻ. കസ്തൂരിയുടെ പേര് കേട്ട നിമിഷം അവർ അവിടെ നിന്ന് ഓടി മറിഞ്ഞു. ഒരിക്കലും കസ്തൂരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ചാക്കോ തിരിച്ചറിഞ്ഞു. താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെയാണ്. അവൻ കണ്ണുകൾ അടച്ചപ്പോൾ കവിളിലേക്ക് നനവ് പടർന്നിറങ്ങി. നോവൽ തുടരും.